ഹലോ വെൽക്കം ബാക്ക് ടു മിനൂസ് ഡയറി. അപ്പോൾ കുറേ ആയില്ലേ കണ്ടിട്ട്. ഞാൻ ഒഴിവുണ്ടായില്ലേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടൊരു നാട്ടിൽ പോവുകയാണ്. ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒഴിവുണ്ടായില്ല, അപ്പോൾ അതാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നത്. വെറുതെ പോവല്ല കേട്ടോ. ഏട്ടൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, അപ്പോൾ ആളുടെ മാരേജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാരേജ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. വർക്ക് കഴിഞ്ഞിട്ട് ഇന്നലെ ഇറങ്ങാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഏട്ടനാണെങ്കിൽ ഓവർ ടൈം ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് കഴിഞ്ഞിട്ടൊന്നും വൈകുന്നേരം നടക്കില്ല, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ശനിയാഴ്ച രാവിലെ ഇറങ്ങുന്നത്. നമ്മൾ പുലർച്ചെ 5 മണിൻ്റെ മുന്നേ തന്നെ ഇറങ്ങി കേട്ടോ. നല്ല നേരത്തെ അവിടെ വീട്ടിലെത്താൻ പറ്റുള്ളൂ. എല്ലാ വീക്കൊന്നും ഞങ്ങൾക്ക് അങ്ങനെ നാട്ടിൽ പോകാൻ പറ്റാറില്ല, ഇത്രയും ദൂരമല്ലേ. അതുകൊണ്ട് ഒരു ഞായറാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നാട്ടിൽ പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിൽ പോകും, അത്രയേ ഉള്ളൂ. നാട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിലും ഏട്ടൻ്റെ വീട്ടിലും കൂടി പോകുന്നു മാത്രം. പോകുകയാണെങ്കിൽ അതേപോലെ ലീവ് എടുത്തിട്ടൊക്കെ പോകേണ്ടും വരും. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ ടോ എന്ന് ഞാൻ റിപ്പീറ്റ് പറയുന്നുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണിച്ചിട്ട് പറയല്ല കേട്ടോ, എനിക്കത് തന്നെ കണ്ടപ്പോഴടക്കം വരുന്നുണ്ട്. കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ കളയാറുണ്ട്, എന്നാലും പിന്നെയും ഈ ടോ കയറി വരികയാണ്. എന്താ ചെയ്യുക? ഒരു 8-8:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അരിസ് കയറിയിട്ട് ദോശയെ കഴിക്കാൻ കയറി. ഏട്ടൻ മസാല ദോശയാണ് പറഞ്ഞത്, ഞാൻ സാധാ നോർമൽ ദോശയാണ് പറഞ്ഞത്. വീടെത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആവില്ലേ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയത്. എനിക്ക് കോഫി ആറ്റിത്തരികയാണ് കേട്ടോ ഏട്ടൻ, ചൂടാറ്റിത്തരികയാണ്. ഇത് സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. എനിക്ക് തീരെ ചൂട് പറ്റില്ല. എല്ലാവരും നേരെ തിരിച്ചല്ലേ, എനിക്ക് തീരെ ചൂട് പറ്റില്ല. ചായ കുടിക്കുകയാണെങ്കിൽ ചൂടോടെ കുടിക്കണം എന്നല്ലേ പറയുക. പക്ഷേ എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചൂട് തീരെ പറ്റില്ല, അപ്പോൾ തന്നെ നാവ് പൊള്ളിപ്പോവും. അതുകൊണ്ട് എപ്പോൾ കയറിയാലും ഈ ആറ്റിൽ ഇത് പതിവാണ് കേട്ടോ. പിന്നെ ബില്ല് അടയ്ക്കുന്ന സമയത്ത് അവിടെ ഈ മിഠായി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും വാങ്ങിച്ചു. കാറിലിരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് വെച്ചിട്ടോ. പിന്നെ പാലക്കാട് അവിടെ എത്തിയപ്പോൾ ഈ കടലുണ്ടാവില്ലേ തോടോടുള്ളത്, അത് വാങ്ങിക്കാൻ കയറി. ഏട്ടനത് പുഴുങ്ങി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കയറിക്കാണ്. അങ്ങനെ വീടെത്തിയിട്ട് ഞങ്ങൾ നേരെ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയി. അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. ചെറിയമ്മ സാരിയെ കൊടുത്തിട്ട് നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തല്ലാൻ വരാം കേട്ടോ. എടുത്തപ്പോൾ പിന്നെ മുഖം പൊത്തി. സുമചേച്ചി പിന്നെ ക്യാമറയ്ക്ക് നേരെ പോസ് ചെയ്ത് തരും കേട്ടോ, എപ്പോൾ ക്യാമറ കൊണ്ടുപോയാലും. പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തേക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ രമേശ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടയ്ക്കാപ്പഴം കഴിക്കാൻ പറഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് അടയ്ക്കാപ്പഴം കിട്ടും ചെയ്തു വീണിട്ട്. അപ്പോൾ രമേശി ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മരുമകളാണ് കേട്ടോ. അപ്പോൾ അടയ്ക്കാപ്പഴമൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ചെറിയച്ഛനെ കഴിഞ്ഞ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പരിപാടിയൊക്കെ നല്ല ഗംഭീരം നടന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കണ ശരിക്കും ഈ വീഡിയോ ഞാൻ എടുക്കേണ്ടതല്ല, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ചെറിയച്ഛൻ മണ്ടിട്ട് എടുക്കണം. ചെറിയ ഇടയ്ക്ക് വന്നിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഏട്ടൻ്റെ ഫോൺ എടുത്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ വൈകുന്നേരം അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി ഞാനും സുമചേച്ചിയും എടുത്തമ്മ കൂട്ടിയാണ് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ സുമചേച്ചിയും കൂടി ചേർന്നിട്ടാണ് ചായ ഉണ്ടാക്കിയത്. പ്രത്യേകം വീഡിയോയിൽ പറയാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഒരു കോഫി ഇട്ടപ്പോൾ ഞാൻ സൈഡായി കുടിച്ചു. പിന്നെ അവിടെ വന്നൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. 6-7 മണിയൊക്കെ ആയപ്പോഴാട്ടോ കേക്ക് കട്ട് ചെയ്ത്. പിന്നെ പകുതി പേരും പോയിട്ടുണ്ടായിരുന്നു, പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തെയും പോലെ എല്ലാ പരിപാടിയും കഴിഞ്ഞൊരു പാത്രം കഴുകുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാനും സുമചേച്ചി എടുത്തമ്മയൊക്കെ പാടെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുമായിരുന്നു. അപ്പോൾ ബ്ലെസ്സി ചെറിച്ചൻ്റെ മോളാണ് കേട്ടോ. അത് വന്നിട്ട് എല്ലാ വീഡിയോ എടുക്കണതല്ല, അപ്പോൾ ഈ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോണിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീനൊക്കെ കണ്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ കിടന്നു കേട്ടോ. നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ നാട്ടിലേക്ക് വരുന്നത് എപ്പോഴും ഒരു ആഘോഷമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വേറെ വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.